ഹായ് എവരി വൺ, വെൽക്കം ടു നീതോസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സേഫ് ഫുഡാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് ആഹാര സാധനങ്ങളെക്കുറിച്ചും അവ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ഇതിൽ പൊതുവേ നമുക്ക് പഠിക്കാനുള്ള, അതായത് ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുറേ ആഹാര സാധനങ്ങളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പിക്ചേഴ്സാണ് അല്ലേ. ദെൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. വാട്ട് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് വി ഹാവ്. യു മൈറ്റ് ഹാവ് ടേസ്റ്റഡ് മോസ്റ്റ് ഓഫ് ദം. ലിസ്റ്റ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അതിൽ ഭൂരിഭാഗവും എണ്ണോ നിങ്ങൾ എന്തായിട്ടും കഴിച്ചിട്ടുള്ളവയായിരിക്കും. അപ്പോൾ സാധാരണ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ റീഡ് ഔട്ട് ദ ഐറ്റംസ് ഈച്ച് ഓഫ് യു ഹാവ് ലിസ്റ്റഡ്. ഇസ്ൻറ്റ് ഇറ്റ് എ ലോങ് ലിസ്റ്റ്? വാട്ട് മേ ബി ദ റീസൺ ഫോർ സച്ച് എ ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാവില്ല. അതൊരു വലിയ ലിസ്റ്റായിരിക്കും. ഓരോരുത്തരും കഴിക്കുന്ന, ഓരോരുത്തരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് നമുക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമൻസ് ഓൾവേസ് ഹാവ് പെയ്ഡ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടു ഫുഡ്. വി ഓൾസോ എക്സ്പെരിമെൻറ്റ് വിത്ത് ഫുഡ് ഐറ്റംസ് ആൻഡ് മേക്ക് ചേഞ്ചസ്. അപ്പോൾ എല്ലാ അനിമൽസും എന്ത് കഴിക്കുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു അനിമലിന്, മനുഷ്യനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അനിമലിന് ഇത്രയും വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു മൃഗമാണെങ്കിൽ, ഇപ്പോൾ ഒരു കടുവയാണെങ്കിലോ പുലിയാണെങ്കിലോ അവരുടെ ഭക്ഷണത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല, നമ്മൾ പലതരത്തിലും പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കുന്നു, കഴിക്കുന്നു അല്ലേ. അങ്ങനെ നമ്മൾ ഇതിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. ഡു യു തിങ്ക് ഓൾ ദ ഫുഡ് ഐറ്റംസ് യു ഹാവ് ലിസ്റ്റഡ് ആർ ഹെൽത്തി ഫോർ അസ്? ഇപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇത്രയും ഭക്ഷണ സാധനങ്ങളിൽ എല്ലാം ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് ഹെൽത്തി ടു ഈറ്റ് സെർട്ടൈൻ ഫുഡ് ഐറ്റംസ് റെഗുലർലി? ഇതിലുള്ള പല ഭക്ഷണ സാധനങ്ങളും ഡെയിലി കഴിക്കുന്നത് നല്ലതാണോ? പുവർ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ഹെൽത്ത്. അപ്പം ഹെൽത്തി അല്ലാത്ത ഭക്ഷണം, ഹെൽത്തി അല്ലാത്ത തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ എന്ത് ചെയ്യും? കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് തന്നെ നോക്കൂ. ഇതിൽ ഏതൊക്കെ ഇതാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് അൺഹെൽത്തി ആയിട്ടുള്ളതെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൽ ബർഗറിൻ്റെ ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ പാക്ക്ഡ് ഫുഡിൻ്റെ ഫോട്ടോ ഉണ്ട് അല്ലേ. ഇതൊക്കെ ഡെയിലി കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണോ? അല്ല, ഒരിക്കലും ഇതൊന്നും ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല. അതേപോലെ എഗ്സ്, അല്ലെങ്കിൽ നമ്മുടെ ദോശ, ചട്നി, റൈസ്, അതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് പിന്നെയും കഴിക്കാവുന്നവയാണ് അല്ലേ. അത്രമാത്രം ദോഷവശങ്ങളുള്ളതല്ല അത്. പക്ഷേ ഈ പറയുന്ന ഐസ്ക്രീം ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും ബർഗർ ആണെങ്കിലും ഇതൊക്കെ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഇത്തരത്തിൽ നല്ല ഭക്ഷണ സാധനങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ അളവ് കുറയ്ക്കേണ്ട ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഫുഡ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വൈ ഡു വി ഈറ്റ് ഫുഡ്? ഡിസ്കസ് ആൻഡ് നോട്ട് യുവർ ഒപ്പീനിയൻസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഫോർ എനർജി ടു വർക്ക്. നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് വളരണം എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുന്നതും ഒക്കെ എവിടുന്ന് തന്നെയാണ്? ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരം വളരുന്നുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ എന്ത് കഴിച്ച് ശീലിക്കണം? നല്ല ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ മാത്രമാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നമ്മുടെ വണ്ണമാണെങ്കിലും അല്ലെങ്കിൽ ഹൈറ്റ് ആണെങ്കിലും അതൊക്കെ ശരിയായ രീതിയിൽ കൃത്യമായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് നല്ല ഭക്ഷണമായിരിക്കണം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം, ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്ന കുട്ടികളിൽ എന്തുണ്ടാവും? നല്ല വണ്ണമൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് നല്ല എനർജി ഉണ്ടാവണമെങ്കിൽ, എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ, അതേപോലെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലതായിട്ടുള്ള ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ വേണം കഴിക്കാൻ. വേർ ഡു വി ഗെറ്റ് ഫുഡ് ഫ്രം? ദെൻ ഇനി എവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്? ഹൗ മെനി ടൈംസ് എ ഡേ ഡു യു ഈറ്റ്?
വിച്ച് ആർ ദ ഡിഷസ് യു ജനറലി ഇൻക്ലൂഡ് ഇൻ യുവർ ഡയറ്റ്? ഫ്രം വേർ ഡു യു ഗെറ്റ് ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദീസ് ഡിഷസ്? അപ്പോൾ എത്ര നേരം നമ്മൾ ഒരു ദിവസത്തിൽ എത്ര തവണ ഭക്ഷണം കഴിക്കും, എന്തൊക്കെയാണ് സാധാരണ കഴിക്കുന്നത്, അതേപോലെ ഈ സാധനങ്ങൾ ഈ ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ ചേർക്കുന്നത്? The following table gives a child's lunch. The ingredients used to prepare the dishes are and their sources. അനലൈസ് ഇറ്റ്. അപ്പോൾ ഇതിൽ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് ലഞ്ചിന്, ഒരു കുട്ടി ലഞ്ചിന് കഴിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് കുട്ടി കഴിച്ചത് നോക്കൂ. ബോയിൽഡ് റൈസ് ഉണ്ട്, ഫിഷ് കറി, തോരൻ, ദെൻ മാംഗോ പിക്കിൾ അല്ലേ. ബോയിൽഡ് റൈസ് എന്ന് വെച്ചാൽ ചോറ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോയിൽഡ് റൈസിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്തേ ഉള്ളൂ, റൈസ് മാത്രമേ ഉള്ളൂ. അത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഷോപ്പിൽ നിന്നാണ്, ഫ്രം ദ ഷോപ്പ്. ദെൻ ഫിഷ് കറിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യും? ഫിഷ് ഉണ്ട്, ഷാലറ്റ്സ്, ടൊമാറ്റോ, ടാമറിൻ, ഗാർലിക്, ചില്ലി പൗഡർ, ടർമറിക്, സാൾട്ട്, ഗ്രീൻ ചില്ലി, കോക്കനട്ട് ഓയിൽ, കറി ലീവ്സ്, വാട്ടർ. ഇത് എന്തൊക്കെയാണെന്ന് അറിയാലോ. ഫിഷ് അറിയാം, ഷാലറ്റ്സ് ചെറിയ ഉള്ളി, ടൊമാറ്റോ തക്കാളിയാണ്, ടാമറിൻ്റെ പുളിയാണ് കേട്ടോ. നമ്മൾ ഫിഷ് കറിയിൽ പുളി ഒഴിക്കുമല്ലോ. പിന്നെ ഗാർലിക് വെളുത്തുള്ളി, ചില്ലി പൗഡർ അറിയാമല്ലോ, മുളക് പൊടി, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, സോൾട്ട്, ഉപ്പ്, ഗ്രീൻ ചില്ലി, പച്ചമുളക്, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, കറി ലീവ്സ്, കറിവേപ്പില, ദെൻ വാട്ടർ. അപ്പോൾ ഇത് ഓരോന്നും ഓരോ സെക്ഷന് എവിടുന്നാണ് കിട്ടിയുന്നുണ്ട്. ഫസ്റ്റത്തെ എവിടുന്നാണ്? മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. വീട്ടിൽ തന്നെയുള്ള എന്തൊക്കെയുണ്ട്? ഗ്രീൻ ചില്ലി, കോക്കനട്ട് ഓയിലും കറി ലീവ്സും വീട്ടിൽ നിന്ന് തന്നെയാണ്. വെള്ളം കിണറ്റിൽ നിന്നാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ തോരനാണെങ്കിലോ പയറാണ്. ദെൻ കോക്കനട്ട് ഓയിൽ, മസ്റ്റേർഡ് എന്താണ്? കടുക്, ചില്ലി, മുളകുണ്ട്, ടർമറിക് പൗഡർ, സോൾട്ട്, വാട്ടർ, അതിൻ്റെയും സോഴ്സ് എഴുതിയിട്ടുണ്ട്. ദെൻ മാംഗോ പിക്കിളിനാണെങ്കിലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാമല്ലോ. മാംഗോ ഉണ്ട്, ചില്ലി പൗഡർ, അസഫോയിറ്റഡ്. എന്താ അസഫോയിറ്റഡാ? കായമാണ് കേട്ടോ. മാംഗോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടി ഇടും. ദെൻ സോൾട്ട്, ഓയിൽ, ഫെനുഗ്രീക്ക് പൗഡർ. ഫെനുഗ്രീക്ക് എന്ന് വെച്ചാൽ ഉലുവയാണ്, ഉലുവപ്പൊടി. ദെൻ മസ്റ്റേർഡ്, ടർമറിക് പൗഡർ. അതൊക്കെ എല്ലാം ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഷോപ്പിൽ നിന്നാണ്. സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളോട് നിങ്ങളുടെ ലഞ്ചിൻ്റെ നിങ്ങൾ ഏതെങ്കിലും ഒരു മീൽ കഴിക്കണതിൻ്റെ ഫുഡ് ഐറ്റംസും ഇതേപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതാം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് മാറ്റിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൽ തന്നെ ഉണ്ടല്ലോ, ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും 2 ടേബിളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ രാവിലത്തെ ഒരു മീലിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പുട്ട്, ചിക്പി കറി, ചിക്പി എന്ന് വെച്ചാൽ കടലയാണ് കേട്ടോ, കടലക്കറി, ആൻഡ് ടീ. അപ്പോൾ രാവിലത്തെ നമ്മൾ കഴിക്കുന്ന ഒരു മീലിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഷോപ്പിൽ നിന്ന് കൊടുക്കാം. അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതിന് അത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ അടുത്തത് കൊടുത്തിരിക്കുന്നത് നോക്കൂ. വേരിയസ് ഇൻഗ്രീഡിയൻസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. ദീസ് ഐറ്റംസ് ആർ പ്രൊക്യൂർഡ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. യു ഹാവ് റിയലൈസ്ഡ് ദിസ് വെൻ യു അനലൈസ് ദ ടേബിൾ. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് കിട്ടുന്നത് ഓരോരോ സ്ഥലത്തു നിന്നാണ്. One food we eat must be nutritious and safe. Hence, care must be taken to ensure the quality of both the ingredients used for preparing the dishes and the method of preparation. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും സേഫ് ആയിരിക്കണം, അതേപോലെ ന്യൂട്രീഷ്യസ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അതായത് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഏത് രീതിയിലാണ് ഉണ്ടാക്കുക എന്നുള്ളതും ഒക്കെ ഫുഡിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂവിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ മാത്രം കാര്യമില്ല. ഇപ്പം നമ്മളൊരു സാധനം ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എപ്പോഴും എന്താണ്? ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ്. ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ കുറയുന്നു. അതേപോലെ തന്നെ അത്രയും ഓയിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും എന്താണ്? നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നോക്കൂ. സേഫ് ഫുഡ്, ലിസൺ ടു ദ ഡയറ്റീഷ്യൻ പറയുന്നതാണ്. നോക്കൂ. The reason for many of our health problems are lack of balanced diet and improper food habits. In order to make the food healthier, we have to take care of many factors right from the selection of food items to its consumption.
അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള മേജറായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലത്തെ പ്രശ്നങ്ങളാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതും എന്തൊക്കെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, അത് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്, ഏത് രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു സാധനം, ഒരു ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുന്നത് മുതൽ അത് കഴിക്കുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. What are the factors to be considered from the selection of food items to its consumption to get safe food? അപ്പോൾ നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുന്നത് മുതൽ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേപോലെ നമുക്ക് എന്ത് പറയാം, ക്ലീനിങ് ഓഫ് ഐറ്റംസ് പർച്ചേസ്ഡ്. ഇനി നമ്മൾ ഈ എടുത്ത സാധനം എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അതിപ്പോൾ പ്രത്യേകിച്ചും നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതേപോലെ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഓഫ് അതർ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ വേറെ ഒരുപാട് സാധനങ്ങൾ അതിൽ ചേർക്കുന്നുണ്ട് അല്ലേ, മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഓയിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ മെത്തേഡ് ഓഫ് കുക്കിംഗ്, അത് പറഞ്ഞതുപോലെ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള വേയിൽ കുക്ക് ചെയ്യണം. അതായത് ഫ്രൈയിങ് ഐറ്റംസൊക്കെ കുറച്ച്, അല്ലെങ്കിൽ ഓയിലൊക്കെ കുറച്ച്, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതിനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ ഹൈജീൻ ഓഫ് ദ കിച്ചൺ, നമ്മൾ എവിടെയാണോ കുക്ക് ചെയ്യണത് ആ പ്ലേസിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ലാസ്റ്റ് വരുന്നതാണെങ്കിൽ കൺസംഷൻ ഓഫ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകളിലൊക്കെ നമ്മൾ സേഫ് ആണെന്നുള്ളത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കണം. While selecting food items, we buy cooked food items and ingredients for cooking food items from shops, hotels and markets. Do you ensure their quality while you select each of them? Let's take one example. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കുക്ക് ചെയ്തതും അതേപോലെ കുക്ക് ചെയ്യാത്തതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഒക്കെ ഹോട്ടലിൽ നിന്നും ഷോപ്പിൽ നിന്നും മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് പറയുന്നത്. വൈൽ ചൂസിങ് ഫിഷ്, ഇനി ഒരു ഫിഷ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫിഷ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഫ്രഷ് ആയിട്ടുള്ളതാണോ അത് കേട് വന്നതാണോ റോട്ടൺ ഫിഷ് ആണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ടു ചൂസ്, ടു അവോയ്ഡ്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. When the finger pressed over the fish is released, the depressed part of the fish restores its shape. അതായത് നമ്മളൊരു മീനിനെ കാണുമ്പം, മീൻ വാങ്ങിക്കാൻ പോകുമ്പം മീനിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുക. അമർത്തുമ്പോൾ അതിലെന്താവും, ഒരു കുഴിയാവുമല്ലോ. എന്നിട്ട് നമ്മൾ കൈ എടുക്കുമ്പോൾ ആ കുഴി ഇങ്ങനെ നിവർന്ന് വന്ന് പഴയ ഷേപ്പിലാവുന്നുണ്ടെങ്കിൽ അതെന്ത് മീനാണ്, നല്ല മീനാണ്. ഇനി അവോയ്ഡ് ചെയ്യേണ്ടതോ, ദ ഡിപ്രഷൻ ഓഫ് ദ ഫിഷ് കോസ്ഡ് ബൈ പ്രസ്സിങ് ഇറ്റ് വിത്ത് എ ഫിംഗർ റിമൈൻസ്. ഇനി അത് കേട് വന്ന മീനാണെങ്കിൽ, പഴകിയ മീനാണെങ്കിൽ നമ്മൾ ആ വിരൽ അമർത്തുമ്പോൾ താഴ്ന്നു പോകുന്ന കുഴി എന്തായിട്ട് തന്നെ ഇരിക്കും, കുഴിയായിട്ട് തന്നെ അവിടെ ഇരിക്കും. അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരില്ല. അങ്ങനെയാണെങ്കിൽ അത് പഴയ മീനാണെന്നാണ് അർത്ഥം. അതേപോലെ തന്നെ അടുത്തതോ, സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി ഔട്ടർ സ്കിൻ, ചെറുതായിട്ടുള്ള നനവുള്ള, അതായത് കുറച്ചിങ്ങനെ ഷൈനി ആയിട്ടുള്ള തിളങ്ങുന്ന തരത്തിലുള്ള സ്കിന്നാണ് മീനിനുള്ളത്. അപ്പോൾ പുതിയ മീനാണെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാകും. അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിലോ, ഫ്ലഷ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ബോൺ, നല്ല പഴയ മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുള്ളിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് ഇറച്ചി ഇങ്ങനെ വിട്ട പോലെ ഉണ്ടാവും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഴയതാണെന്ന് അല്ലേ. ദെൻ ഷൈനി ആൻഡ് പിങ്കിഷ് ഗിൽസ്, അതിൻ്റെ ഗിൽസ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതായത് അതിൻ്റെ ആ മീനിൻ്റെ പൂവ് എന്നൊക്കെ പറയാം, അതിൻ്റെ തലയുടെ അവിടുത്തെ ആ ചെകിള ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫാൻ പോലെയുള്ളൊരു സാധനമുണ്ട്. അതിനെയാണ് എന്ത് പറയുക, ഗിൽസ് എന്ന് പറയുക. ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗനാണ്, ശ്വസിക്കുന്ന ഓർഗനാണ്. അതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഗിൽസിൻ്റെ കളർ എങ്ങനെയായിരിക്കും, ഷൈനി ആയിരിക്കും. അതുപോലെ ഒരു പിങ്ക് കളറാണ് ഉണ്ടാവുക. ദെൻ അത് പഴകിയിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഗ്രീനിഷ് ഓർ ആഷ് കളേർഡ് ഗിൽസ് ആയിട്ടുണ്ടാവും. പഴകിയതാണെങ്കിൽ അതിനൊരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആഷ് കളറൊക്കെ ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. ദെൻ അതേപോലെ ഫ്രഷ് ആണെങ്കിൽ അതിൻ്റെ ഇൻടാക്ട് ഐസ് വിത്ത് നോർമൽ കളർ, അതിൻ്റെ കണ്ണ് എന്തായിരിക്കും, ഒരു നോർമൽ ഫിഷിൻ്റെ കണ്ണ് പോലെ ആയിട്ടുണ്ടാകും. ഇനി പഴകിയതാണെങ്കിൽ സങ്കനായിട്ടുണ്ടാവും, അതിങ്ങനെ വീഴ്ത്ത പോലെ ഇരിക്കുന്നുണ്ടാവും കണ്ണ്. ദെൻ നോ ഫൗൾ സ്മെല്ല്, നല്ല മീനാണെങ്കിൽ അങ്ങനെ ഒരു വൃത്തികെട്ട മണമൊന്നും ഉണ്ടാവില്ല. പഴകിയ മീനാണെങ്കിൽ മോശമായിട്ടുള്ളൊരു മണമായിരിക്കും, ഫൗൾ സ്മെല്ല് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഫിഷിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
From the table, find out the precautionary measures to be taken while selecting fish and record them in the science diary. അപ്പോൾ നമുക്ക് ഈ ചൂസ് ചെയ്യേണ്ട പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നോക്കിയിട്ട് ഫൗൾ സ്മെല്ലില്ലാത്തത്, അതുപോലെ നോർമലായി കളറുള്ളത് അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. ദെൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ഇൻ യുവർ ഹൗസ് വേർ ഡു യു ഗെറ്റ് മിൽക്ക് ഫ്രം? ഡിസ്കസ്. നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് പാല് കിട്ടുന്നത്? സാധാരണ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് പാല് കിട്ടുന്നത്? ബൈസ് പാക്കറ്റ് മിൽക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിക്കും? നമ്മൾ മിൽക്ക് സൊസൈറ്റീസിൽ നിന്ന് വാങ്ങിക്കും. അതേപോലെ ചിലർക്ക് പാൽക്കാരൻ വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരിക്കും അല്ലേ, ഫ്രം മിൽക്ക് മാൻ. അങ്ങനെയൊക്കെ നമ്മൾ പാല് വാങ്ങിക്കുന്നുണ്ട്. വാട്ട് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രം ഷോപ്സ്? എക്സാമിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് put tick mark in the appropriate boxes. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാലോ അല്ലെങ്കിൽ പാലിൻ്റെ മറ്റുൽപ്പന്നങ്ങളോ, അതായത് മോര്, അതേപോലെ ചീസ്, പനീർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മിൽക്ക് പാക്കറ്റ് വിത്ത് എ ലോഗോ ഉള്ള മിൽക്ക് പാക്കറ്റ് ആയിരിക്കണം. അത് ഏത് കമ്പനിയുടെ ആണെന്ന് കറക്റ്റായിട്ടുള്ള അതിൽ കൊടുത്തിട്ടുണ്ടാവണം. ഡിസ്കളേർഡ് മിൽക്ക്, കളർ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അൺപാക്ക്ഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, കൃത്യമായിട്ട് പാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ വെറുതെ ഒരു കവറിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ വെറുതെ ഒരു ബോട്ടിലോ അങ്ങനെയൊന്നും വാങ്ങിക്കരുത്. പാലും പാൽ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കരുത്. അതേപോലെ ഡേറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ് എക്സ്പയറി പ്രിൻറ്റഡ് ഓൺ ദ പാക്കറ്റ്, എന്നാണ് അത് പാക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ എത്ര ദിവസം അത് ഉപയോഗിക്കുക എന്നുള്ളത് അതിൽ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഓഫ് ദ സോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ, അതായത് അവർക്കത് വിൽക്കാനും അത് ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ടോ എന്നുള്ള സർട്ടിഫിക്കേഷനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവണം. പാക്ക്ഡ് ആൻഡ് സീൽഡ് ചീസ് ആൻഡ് പനീർ, അതേപോലെ ചീസ്, പനീർ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും പാക്ക് ചെയ്ത സീൽ ചെയ്ത കവറുകളായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, മിൽക്ക് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ പർച്ചേസിങ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രം ദ ഷോപ്പ്? അപ്പോൾ അത് എന്തൊക്കെ പോയിൻറ്റ്സ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ. ദെൻ അടുത്തത് നോക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ടു ബി സെലക്റ്റഡ് ആൻഡ് ടു ബി അവോയ്ഡഡ്. അപ്പോൾ അതിൽ ടു ബി സെലക്റ്റഡിൽ അൺഡാമേജ്ഡ് ഔട്ടർ സ്കിൻ കൊടുത്തിട്ടുണ്ട്. അതായത് പുറത്തെ സ്കിന്നൊന്നും ഡാമേജ് ആവാത്ത, അതിൽ പാടുകളും കട്ടുകളും ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടതോ ഡാമേജ്ഡ് ഔട്ടർ സ്കിൻ ഉള്ളത് അവോയ്ഡ് ചെയ്യണം. അതേപോലെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? വിത്ത് ഫേംസ് ടെക്സ്ചർ, അതായത് നമ്മൾ ഒരു ഫ്രൂട്ടൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അമർത്തി നോക്കുമ്പോൾ എന്തായിരിക്കണം, കുറച്ച് ബലമുള്ളതായിരിക്കണം അല്ലേ, അല്ലാതെ വല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് ഓവർ റൈപ്പൻഡ് ആയിരിക്കും, ഓവർ പഴുത്തതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടു സോഫ്റ്റ് ടെക്സ്ചർ ഉള്ളത് അവോയ്ഡ് ചെയ്യണം. അതേപോലെ നമ്മൾ സ്മെല്ല് നോക്കുകയാണെങ്കിലോ ഫ്രൂട്ട്സിനൊക്കെ ഒരു ഫ്രഷ് സ്മെല്ല് ഉണ്ടാവും, അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യണം. ഫൗൾ സ്മെല്ലുള്ളത് സെലക്ട് ചെയ്യരുത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ വൈൽ ചൂസിങ് പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണെങ്കിലോ, നവഡേയ്സ് മെനി ഫുഡ് ഐറ്റംസ് ലൈക്ക് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, ചിപ്സ് ആൻഡ് ജ്യൂസ് ആർ അവൈലബിൾ ഇൻ പാക്കറ്റ്സ്. ഹാവ് യു നോട്ടീസ്ഡ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രൊഡക്ട്സ് ദാറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ സച്ച് പാക്കറ്റ്സ്? അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാറുണ്ട്. ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, എല്ലാ സാധനങ്ങളും പാക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്രൈസ് മാത്രമല്ല വേറെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രിങ് ആൻ എംപ്റ്റി ഫുഡ് പാക്കറ്റ് ഫ്രം യുവർ ഹോം ആൻഡ് എക്സാമിൻ ദ ലേബൽ ഓൺ ഇറ്റ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. വാട്ട് ഇൻഫർമേഷൻ ആർ യു ഏബിൾ ടു കളക്ട്? റെക്കോർഡ് ദം ഇൻ സയൻസ് ഡയറി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഫുഡിൻ്റെ പാക്കറ്റുകൾ കൊണ്ടുവന്നിട്ട് അതിലുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നത്? മിക്ക പ്രൊഡക്ട്സിലും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസൊക്കെ വളരെ ചെറുതായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതായത് പല സാധനങ്ങളും പല ഫുഡ് പ്രോഡക്ട്സിലുള്ള പല ഇൻഗ്രീഡിയൻസ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തിരുന്നത്, വളരെ ചെറുതാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നമ്മളത് എന്ത് ചെയ്യില്ല, അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. Find out which among the following information are present in the label of the packet you have examined. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അതിൽ കാണാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഏതൊക്കെയാണ്? ഒരു ലേബലിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്ന വെച്ചാൽ, നെയിം ഓഫ് ദ ഫുഡ് ഐറ്റത്തിൻ്റെ നെയിം എന്താണെന്ന് അറിയാം. ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, എല്ലാ പാക്ക്ഡ് ഫുഡ്സിലും അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും.
ഇൻഫർമേഷൻ റിഗാർഡിങ് ന്യൂട്രിയൻസ്, അതേപോലെ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂം, ഏതൊക്കെ വൈറ്റമിൻസ് എത്രയുണ്ട്, ഓരോ കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, പ്രോട്ടീൻ എത്രയുണ്ട് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ദെൻ കലോറിഫിക് വാല്യൂ, അതിന് എത്ര കാലറി വരുന്നുണ്ട് നമ്മളത് കഴിക്കുന്നതിലൂടെ എന്നുണ്ടാവും. പിന്നെ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളതിൻ്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ടാവും. ദെൻ ക്വാണ്ടിറ്റി ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും, എത്ര എണ്ണമാണ് എത്ര അളവാണ് എന്നുള്ളത് ഉണ്ടാവും. ഡേറ്റ് ഓഫ് മാനുഫാക്ചറും ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി, എന്നാണ് അത് നിർമ്മിച്ചത്, എന്നാണ് അത് എക്സ്പയറി ആവുന്നത്. ഡേറ്റ് ഓഫ് എക്സ്പയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഡേറ്റ് വരെയാണ് നമുക്ക് ആ സാധനം ഉപയോഗിക്കാവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അത് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഫുഡ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് മാത്രമേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച സാധനം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കരുത്. കാരണം നമുക്ക് തോന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ എന്ത് ചെയ്യരുത്, ഒരിക്കലും എക്സ്പയറി കഴിഞ്ഞ സാധനം ഉപയോഗിക്കരുത്. അത് നമ്മൾ കളയുക തന്നെ വേണം. പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അഡ്രസ് ഓഫ് പ്രൊഡ്യൂസർ, എവിടെയാണ് ആ സാധനം നിർമ്മിച്ചത്, അത് നിർമ്മിച്ച കമ്പനിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ അഡ്രസ്സ് ഉണ്ടാവും. ദെൻ ആഡഡ് പ്രിസർവേറ്റീവ്സ്, എന്തൊക്കെ പ്രിസർവേറ്റീവ്സ്, ഏതൊക്കെ കെമിക്കലുകൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേട് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകളാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. കെമിക്കലായിട്ടുള്ളതുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. കളറിങ് മെറ്റീരിയൽസ്, ഏതെങ്കിലും കളർ ആഡ് ചെയ്തിട്ടുണ്ടോ അതുണ്ടാവും. പിന്നെ ലൈസൻസ് നമ്പർ ആൻഡ് FSSAI ലോഗോ, ലൈസൻസ് അതായത് ആ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസറുടെ ലൈസൻസ് നമ്പറും, അതുപോലെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനും ഒരു കമ്പനി തുടങ്ങുന്നതിനൊക്കെ സർട്ടിഫിക്കേഷൻ വേണം. അതായത് ഫുഡ് പ്രൊഡക്ട്സിനുള്ള സർട്ടിഫിക്കേഷനാണ് FSSAI എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോഗോ ഉണ്ടാകും. ദെൻ മെത്തേഡ് ഓഫ് യൂസ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു കുക്കിംഗ് ഐറ്റം അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് അത് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ലേബലിൽ നിന്ന് മനസ്സിലാക്കാം. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ ചൂസിങ് പാക്ക്ഡ് ഫുഡ് ഐറ്റംസ്, അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് നോക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അഡൽട്രേഷനാണ്. അഡൽട്രേഷൻ എന്ന് വെച്ചാൽ മായം ചേർക്കലാണ് കേട്ടോ. ഫുഡ് അഡൽട്രേഷൻ ഇസ് ആൻ ഏരിയ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് വൈൽ കൺസിഡറിങ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. അനലൈസ് ദ ന്യൂസ് റിപ്പോർട്ട്സ് ഓഫ് അഡൽട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ അഡൽട്രേഷൻ, മായം ചേർക്കുക എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എക്സസീവ് അഡൽട്രേഷൻ ഇൻ ജാഗരി, ശർക്കരയിൽ ചേർക്കുന്ന അഡൽട്രേഷൻ, മായം ചേർക്കൽ നടന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി സീസ്ഡ് 3,500 kilogram of adulterated jaggery from different parts of the state. Jaggery mixed with rhodopsin B, a synthetic dye that imparts color to fabrics, was seized by the department. The presence of even a minute amount of rhodopsin B in the body can cause fetal diseases like cancer. അപ്പോൾ 3,500 കിലോഗ്രാം ശർക്കര പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണ്? അതിൽ റോഡോമിൻ ബി എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഡൈ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റോഡോമിൻ ബി എന്താണ്? ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഈ ശർക്കരയിൽ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ശർക്കര പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഡൽട്രേഷനാണ്. അതായത് ഒരു സാധനത്തിൻ്റെ, ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ നിറമോ മണമോ അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ അട്രാക്ഷൻ കൂട്ടിയിട്ട് വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ചേർക്കുന്നതിനെയാണ് എന്ത് പറയുക? മായം ചേർക്കൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ത് മായമാണ് ചേർത്തിരിക്കുന്നത്? റോഡോമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ചേർത്തിരിക്കുന്നത്. സോ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഈസ് റോഡോമിൻ ബി ആഡഡ് ടു ജാഗരി? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ അതിൽ ചേർക്കുന്നത്? അപ്പോൾ റോഡോമിൻ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാബ്രിക്സിന്, തുണിക്ക് കളർ കൊടുക്കുന്ന ഒരു കളറിങ് ഏജൻ്റാണ്. അതാണ് ഈ ഫുഡിൽ കൊണ്ടുവന്ന് ചേർക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇമ്പാർട്ട് കളർ. അപ്പോൾ ഈ ജാഗരിക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡോമിൻ ബി ചേർക്കുന്നത്. വാട്ട് ഈസ് ദ ഹാം ഇൻ ആഡിങ് റോഡോമിൻ ബി? അപ്പോൾ റോഡോമിൻ ബി ഈ ഫുഡ് ഐറ്റംസിൽ, ഈ ജാഗരിയിൽ മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ഫ്രൈഡ് ഐറ്റംസിലാണെങ്കിലും പിന്നെ ഈ പൗഡറുകളിലാണെങ്കിലും ചില്ലി പൗഡറിലും അതിലൊക്കെ ഈ കെമിക്കൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറയണത്? ഇറ്റ് ഈസ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന ഒരു കെമിക്കലാണ് റോഡോമിൻ ബി എന്ന് പറയുന്നത്.
You may have noticed similar kinds of adulteration in various food items. In food items like chili powder, turmeric powder, and tea dust, substances that resemble them are added as adulterants. അപ്പോൾ ഈ പറയുന്നത് പോലെ പല ഫുഡ് ഐറ്റംസിലും ഈ അഡൾട്രേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ മുളക് പൊടിയിലാണെങ്കിൽ, മഞ്ഞൾപ്പൊടിയിൽ, ചായപ്പൊടിയിൽ, ഇതിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ അഡൾട്രേഷൻ, അതായത് അതാണെന്ന് സിമിലർ ആയിട്ട് തോന്നിക്കുന്ന, ഇപ്പോൾ ഈ ചില്ലി പൗഡറിലൊക്കെ ഇല്ലേ, മുളക് പൊടിയിൽ നമ്മുടെ ബ്രിക്സ് ഉണ്ടല്ലോ, ഇഷ്ടിക പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ചേർക്കുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ ഇഷ്ടിക നല്ല റെഡ് കളറുള്ള ഇഷ്ടിക പൊടിച്ച് അതിൻ്റെ പൊടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും കണ്ടാൽ ചില്ലി പൗഡർ പോലെ ഉണ്ടാവില്ലേ? അപ്പോൾ അത് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെയൊക്കെയാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. സോ അതിനൊരു ഡെഫിനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസസ് ടു ഫുഡ് ഐറ്റംസ് ഇസ് കോൾഡ് അഡൾട്രേഷൻ. അപ്പോൾ ഒരു ഫുഡ് ഐറ്റംസിൽ അതിന് സിമിലർ ആയിട്ടുള്ള, അതിനേക്കാളും ചീപ്പായിട്ടുള്ള, ക്വാളിറ്റി ഇല്ലാത്ത സാധനം അതിൻ്റെ കൂടെ ചേർക്കുന്നതിനെയാണ് എന്ത് പറയുക? അഡൾട്രേഷൻ എന്ന് പറയുക. Selling food items after the removal of its quality components and unauthorized addition of colors to food items to give the appearance of quality can also be branded as adulteration. അതേപോലെ തന്നെ ഒരു സാധനം നമ്മൾ വിൽക്കുമ്പം അതിൻ്റെ നല്ല കമ്പോണൻസിനെയൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ട്, അതായത് അതിൽ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള കമ്പോണൻസിനെയൊക്കെ ആ പ്രൊഡക്റ്റിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് പോലെയുള്ള ഭാഗം മാത്രം അതാണെന്ന് പറഞ്ഞ് വിൽക്കുന്നത്, അതേപോലെ തന്നെ അതിൽ ആവശ്യമില്ലാത്ത, അതായത് അപ്രൂവ്ഡ് അല്ലാത്ത കളറുകൾ ചേർക്കുന്നത്, ഇതൊക്കെ എന്തിൽ വരും? അഡൾട്രേഷനിൽ വരും. Many of the food items you consume may be adulterated. Hence, while selecting food items, maximum quality should be ensured. How can we detect food adulteration? Let's examine some food items. നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റംസും അഡൾട്രേഷൻ നടന്നിട്ടുള്ളതാവാം. അതുകൊണ്ട് നമ്മൾ ഏത് ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ മാക്സിമം ക്വാളിറ്റി നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള അഡൾട്രേഷൻസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ അതിന് ചില മെത്തേഡുകളുണ്ട്. അതിൽ ചിലതാണ് ഇനി പറയാൻ പോകുന്നത്. അഡൾട്രേഷൻ ഇൻ ഹണി, തേനിലുള്ള അഡൾട്രേഷൻ, മായം എന്തെങ്കിലും ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി പ്രോബബിൾ അഡൾട്രൻ ഫോർ ഹണി? അപ്പോൾ ഹണിയിൽ ചേർക്കാൻ പറ്റിയ, തേനിൽ ചേർക്കാൻ പറ്റിയ മായം ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, വ്യത്യസ്ത ഗ്ലാസ്സുകളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വാട്ടർ ഉണ്ട്, ജാഗ്രി സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, റൈസ് സൂപ്പ്. ഇപ്പോൾ നമ്മൾ ഹണിയിൽ ഒരു മായം ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഹണിയുമായി കാണാൻ സാമ്യമുള്ള ഒരു സാധനമായിരിക്കും ചേർക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ ഇതിൽ ഹണീനെ പോലെ ഇരിക്കുന്ന സാധനം ഏതാണ്? ജാഗ്രി സൊല്യൂഷനാണ്. ശർക്കര വെള്ളമാണ് എന്തുപോലെ ഇരിക്കുന്നത്? ഹണീനെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് തേനിൽ മിക്സ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനോ പറ്റില്ല. Pure honey is very expensive. Usually sugar solution or jaggery solution is mixed with honey. അപ്പോൾ പ്യുവർ ഹണി എന്ന് പറയുന്നത്, ശുദ്ധമായ തേൻ എന്ന് പറയുന്നത് ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ ബോട്ടിൽ വാങ്ങുന്ന തേനിലൊക്കെ എന്ത് മിക്സ് ചെയ്തിട്ടുണ്ടാവും? ഈ ജാഗ്രി സൊല്യൂഷനോ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷനോ ഒക്കെ കുറച്ച് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ honey and light it. If it burns well, honey is not adulterated. അപ്പോൾ ഹണിയിൽ ഇത്തരത്തിൽ അഡൾട്രേഷൻ, മായം ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കോട്ടൻ്റെ പീസ് എന്ത് ചെയ്യുക? കോട്ടൻ്റെ പീസ് ആ ഹണിയിൽ മുക്കി ചെയ്തിട്ട് എന്ത് ചെയ്യണം? മുക്കിയതിന് ശേഷം അതിനെ കത്തിക്കുക. അങ്ങനെ കത്തിക്കുമ്പോൾ ഇഫ് ഇറ്റ് ബേൺസ് വെൽ, ഹണി ഈസ് നോട്ട് അഡൾട്രേറ്റഡ്. ഇഫ് ദ ലൈറ്റഡ് വിക്ക് ബേൺസ് വിത്ത് എ ക്രാക്കിംഗ് സൗണ്ട്, ദ ഹണി ഈസ് അഡൾട്രേറ്റഡ്. അപ്പോൾ അത് കത്തിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ അതിലെന്ത് നടന്നിട്ടില്ല? അഡൾട്രേഷൻ ഒന്നും നടന്നിട്ടില്ല. അതായത് ഈ ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ ജാഗ്രി സൊല്യൂഷനോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി അത് കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ ഇത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ട്. അതായത് പൊട്ടിത്തെറിക്കുന്ന എന്താണ്? അതിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ്. വെള്ളം തീയിൽ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ആ സൗണ്ടായിട്ട് കേൾക്കുന്നത്. This sound is due to the presence of water in the sugar or jaggery solution added to the honey. When pure honey is poured into water, it settles down. അപ്പം ആ ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടാകുന്നത് ജാഗ്രി സൊല്യൂഷനിലെ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷനിലേക്ക് വെള്ളം പൊട്ടിത്തെറിക്കുമ്പോഴാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇനി നമ്മൾ പ്യുവർ ഹണി ആണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പ്യുവർ ഹണി ഒഴിച്ചാൽ അത് ഉടനെ എന്ത് ചെയ്യും? അടിയിൽ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കും, ഇങ്ങനെ അടിയിൽ കിടക്കും. അതേസമയം ഇഫ് ദ ഹണി ഈസ് അഡൾട്രേറ്റഡ്, ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഇനി അത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള, മായം ചേർത്തിട്ടുള്ള ഹണിയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? പെട്ടെന്ന് വെള്ളത്തിൽ അങ്ങോട്ട് ഡിസോൾവ് ആയിട്ട് പോകും, അല്ലാതെ അടിയിലേക്ക് വരില്ല.
കണ്ടക്ട് ബോത്ത് ദീസ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ രണ്ട് മെത്തേഡിലും തേനൊന്ന് നിങ്ങളുടെ വീട്ടിലുള്ള തേന് നല്ലതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ തന്നെ മറ്റ് ചില ഫുഡ് ഐറ്റംസിലത്തെ അഡൾട്രേഷൻ കണ്ടുപിടിക്കാനുള്ള വഴികളും കൂടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏതാണ്? ടർമറിക്, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയിൽ എന്ത് തരത്തിലുള്ള അഡൾട്രേഷനാണ് നടക്കുക? മഞ്ഞപ്പൊടിക്ക് ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൽ സിന്തറ്റിക് ഡൈ, ഏതെങ്കിലും കൃത്രിമമായിട്ടുള്ള കളറുകൾ അതിൽ ചേർക്കും. അപ്പോൾ അത് ചേർത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇൻ ടു ഇറ്റ്. അതായത് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിന് മുകളിൽ ഇത്തിരി മഞ്ഞപ്പൊടി എടുത്തിട്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മഞ്ഞപ്പൊടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തൂവുക. Color will spread to the bottom if it is adulterated with synthetic dye. If not adulterated, turmeric powder will settle down at the bottom without the color spreading. അപ്പോൾ അതിൽ എന്തെങ്കിലും സിന്തറ്റിക് ഡൈ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കളർ എന്ത് ചെയ്യുന്ന അറിയോ? ആ കളർ വെള്ളത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആവും. വെള്ളത്തിൽ ആ കളർ ഇങ്ങനെ സ്പ്രെഡ് ആയിരുന്നു കാണാം. ഇനി മായമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൊടി തന്നെ, ആ പൊടി കളറൊന്നും പരക്കാതെ പൊടി മാത്രം താഴെ വന്നിട്ട് അടിഞ്ഞു കിടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലൊന്നും ചേർത്തിട്ടില്ല, അല്ല കളർ സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സിന്തറ്റിക് ഡൈ ചേർത്തിട്ടുണ്ട്, അഡൾട്രേഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ കോക്കനട്ട് ഓയിലിന് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് ടംബ്ലർ വിത്ത് കോക്കനട്ട് ഓയിൽ, കീപ് ഇറ്റ് ഇൻ ദ ഫ്രീസർ ഫോർ 30 minutes ആൻഡ് ഒബ്സർവ് ഇറ്റ്. ഇഫ് ദ കോക്കനട്ട് ഓയിൽ ഈസ് പ്യുവർ ഇറ്റ് വുഡ് ഹാവ് ഫ്രോസൺ കംപ്ലീറ്റ്ലി. ഒരു ഗ്ലാസ്സിൽ പകുതി എന്തെടുക്കാം? കോക്കനട്ട് ഓയിൽ എടുക്കുക ഒരു ഗ്ലാസ്സിൽ, എന്നിട്ട് അതിനെ ഫ്രീസറിൽ വെക്കാം. അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് 30 minutes കഴിയുമ്പോൾ അതെടുത്ത് നോക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ കോക്കനട്ട് ഓയിലാണ്. ഇഫ് എനി അതർ ഓയിൽ ഹാഡ് ബീൻ ആഡഡ് ടു കോക്കനട്ട് ഓയിൽ, ദ അഡൾട്രൻറ്റ് ഓയിൽ വിൽ ഫ്ലോട്ട് എബവ് ആൻഡ് ദ കോക്കനട്ട് ഓയിൽ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. കോക്കനട്ട് ഓയിലിൽ നടക്കുന്ന അഡൾട്രേഷൻ എന്ന് വെച്ചാൽ ഇതിനേക്കാളും വില കുറഞ്ഞ വേറെ ഏതെങ്കിലും ഓയിലുകൾ എന്ത് ചെയ്യും? ഈ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന കൃത്രിമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ കോക്കനട്ട് ഓയിലാണെങ്കിൽ 30 minutes തന്നെ അത് ഫ്രീസായിട്ട് കട്ടയാകും. അല്ല വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ എന്ത് ചെയ്യും? മുകളിൽ കട്ടയാവാതെ അത് ലിക്വിഡ് ഫോമിൽ തന്നെ മുകളിൽ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് അഡൾട്രേഷൻ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് അസഫോയിറ്റിഡ. അസഫോയിറ്റിഡ എന്ന് പറഞ്ഞാൽ കായമാണ്, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ടേക്ക് എ പീസ് ഓഫ് അസഫോയിറ്റിഡ ഇൻ എ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബേൺ ലൈക്ക് കാംഫർ ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് അഡൾട്രേറ്റഡ്. അപ്പോൾ അത് ഒരു സ്പൂണിൽ ഒരു പീസ് എടുത്തിട്ട് അതിനെ കത്തിക്കുക. കത്തിക്കുമ്പോൾ നമ്മുടെ കർപ്പൂരമൊക്കെ കത്തുന്നത് പോലെ കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നല്ലതാണെന്നാണ്. അങ്ങനെ കത്തുന്നില്ലെങ്കിൽ അത് അഡൾട്രേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നിങ്ങളോട് തന്നെ ചെയ്ത് നോക്കിയിട്ട് ഒബ്സർവേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ ഈ ടേബിളിൽ എഴുതുക. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.